ഞാൻ ഈ അടുത്ത സമയത്തായിട്ട് ഒരു വീഡിയോ ഉണ്ട്. പലതരത്തിലുള്ള മൃഗങ്ങൾ, അതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു മനുഷ്യൻ. അതിൽ പല മൃഗങ്ങളും അതിവേഗം ഓടുന്നതാണ്. പക്ഷേ ദൂരെ കൂടുതലെത്തുമ്പോൾ ക്ഷീണിക്കുകയും ചില മൃഗങ്ങൾ പ്രശ്നമില്ലാതെ മറികടന്നു പോവുകയും ചെയ്യും. അതിൽ അവസാനം ഓടുന്നത് പല മൃഗങ്ങളെയും എല്ലാ മൃഗങ്ങളെയും മറികടന്നിട്ട് മനുഷ്യനാണ് ഓടിയെത്തിയത്. എനിക്ക് ഇതിൻ്റെ കാരണം തോന്നിയത്, കുതിരയ്ക്ക് വേഗത കൂടുതലാണ്. പക്ഷേ കുതിര കുറേ ദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ കുതിര ക്ഷീണിച്ചു. അപ്പം കുതിരയെ മറികടന്ന് ഒട്ടകം പോയി. ഇതിനു മുന്നേ സിംഹം അതുപോലുള്ള പല മൃഗങ്ങളും ക്ഷീണിച്ചു. അതിനെയൊക്കെ മറികടന്ന് കുതിര പോയി. അവസാനം നോക്കുമ്പോൾ മനുഷ്യൻ ഓടി വരുന്നു, ഒട്ടകത്തിനെയും മറികടന്നു. അതിനെന്താണ് കാരണം? എന്തുകൊണ്ടാണ് കുതിരയെ മറികടന്ന് ഒട്ടകം പോയത്? കുതിരയെ മറികടന്ന് ഒട്ടകം പോയത് എനിക്ക് തോന്നിയത്, ഒട്ടകമുള്ളത് ഉഷ്ണമേഖല പ്രദേശങ്ങളിലാണ്. അതായത് അതിൻ്റെ ശരീരം തന്നെ നല്ല ചൂടിലാണ് ഉണ്ടായത്. അപ്പോൾ അതിനേക്കാൾ ചൂട് ചെന്നാൽ മാത്രമേ അതിൻ്റെ ശരീരത്തിൽ പ്രഷർ ഹൈ ആവുകയുള്ളൂ. പ്രഷർ ഹൈ ആയാൽ ക്ഷീണിക്കുകയുള്ളൂ. അതായത് നമ്മൾ ജോലിയൊക്കെ ചെയ്യുമില്ലേ, അപ്പോൾ നല്ല ജോലിയൊക്കെ ചെയ്ത് നിൽക്കുമ്പോഴത്തേക്ക് കുറേ കൂടുതൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ക്ഷീണം തോന്നി, നമുക്ക് എവിടെ ഇരിക്കണമെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കാൻ തോന്നുകയും വെള്ളം കുടിക്കാനൊക്കെ തോന്നൂലേ. കുറച്ച് ക്ഷീണമൊക്കെ മാറ്റിയിട്ട് പ്രഷർ കറക്റ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ജോലി ചെയ്യും. അതുപോലെ തന്നെ എന്നാൽ മനുഷ്യൻ എന്തുകൊണ്ടാണ് അത്രയും ചൂട് കൂടിയ ഒട്ടകത്തെ മറികടന്നു പോയത്? മനുഷ്യൻ വർഷങ്ങളായിട്ട് ഓടി പ്രാക്ടീസ് ചെയ്ത് ശരീരത്തെ നല്ലതുപോലെ ചൂടാക്കി, ആ ഒട്ടകത്തിൻ്റെ ശരീരത്തെക്കാളും നല്ലതുപോലെ ശരീരത്തെ ചൂടാക്കി പ്രാക്ടീസ് ചെയ്തതുകൊണ്ടാണ് മനുഷ്യന് ഒട്ടകത്തിന് മറികടന്നു പോകാൻ പറ്റിയത്.